സ്നേഹമുള്ളവരെ, മനുഷ്യന് ജീവിതം നിലനിൽക്കാൻ ആവശ്യമായ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ജലം എന്നുള്ളത്. ജലം ഉള്ളിടത്താണ് മനുഷ്യന് താമസിക്കാൻ കഴിയുള്ളൂ. മനുഷ്യന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും വെള്ളം കുടിച്ച് ജീവിക്കാൻ കഴിയും കുറേ ദിവസങ്ങളോളം. വെള്ളമില്ലെങ്കിൽ ജീവിതം തന്നെ അസാധ്യമാണ്. ജീവൻ തന്നെ ഉടലെടുത്തത് വെള്ളത്തിൽ നിന്നാണെന്നാണ്. ഏതായാലും ജലത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ്. എല്ലാ നാഗരികതകളും, ഇപ്പോൾ സിന്ധു നദീതട സംസ്കാരങ്ങളാണെങ്കിലും മോഹൻജദാരോ സിവിലൈസേഷൻ ആണെങ്കിലും എല്ലാ നദീതടങ്ങളിലാണ് വെള്ളങ്ങളോട് ബന്ധപ്പെട്ടാണ് ഉടലെടുത്തത്. മനുഷ്യന് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിൽ, നദീതടങ്ങളിലൊക്കെ താമസിക്കുകയും അവിടെ സിവിലൈസേഷൻ രൂപപ്പെടുകയും ചെയ്തു. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ തീരത്ത്, നൈൽ നദിയുടെ തീരത്തൊക്കെ മനുഷ്യരിങ്ങനെ ജീവിച്ചു. എല്ലാ കാലത്തും മനുഷ്യന് വെള്ളം എന്ന് പറയുന്നത് വലിയ അവശ്യ വസ്തുവാണ്. സലാലയിലെ മനോഹരമായ ഐൻ ഹംറാനിൽ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വെള്ളം ഇങ്ങനെ മനോഹരമായി പ്രവഹിക്കുകയാണ്. വെള്ളത്തിൻ്റെ ഈ പ്രവാഹത്തെ അടുത്ത് നിന്ന് നോക്കിക്കാണാൻ മനുഷ്യര് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ സ്വർഗീയമായിട്ടുള്ള സൗഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ സാന്നിധ്യത്തെ പറയുന്നുണ്ട്. വമാഇൻ മസ്കൂബ് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ വാഖിഅയിൽ പറയുന്നത് കാണാം. അപ്പോൾ സ്വർഗത്തിൻ്റെ സൗകുമാര്യകതകളെയും സ്വർഗത്തിൻ്റെ മനോഹാരിതകളെയും അതിൻ്റെ സൗകര്യങ്ങളെയും വിശദീകരിക്കുന്നിടത്തും വെള്ളത്തിൻ്റെ പരാമർശമുണ്ട്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഏത് ലോകത്താണെങ്കിലും മനുഷ്യന് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. വെള്ളം മനുഷ്യന് അവിഭാജ്യ ഘടകമാണ്. വെള്ളത്തെ അത്രത്തോളം മനുഷ്യന് ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ മനോഹരമായ പ്രകൃതി രമണീയമായൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ശബ്ദവും ഇവിടെയുള്ള പ്രകൃതിയുടെ മറ്റ് ശബ്ദങ്ങളൊക്കെ നമ്മളെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കും. നമ്മെ അങ്ങേയറ്റം ഇതൊക്കെ ആനന്ദിപ്പിക്കും. മനസ്സിൽ വലിയ സമാധാനം നൽകും. ഇങ്ങനെ സമാധാനങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴിവ് സമയങ്ങളിലും ഒഴിവ് ദിവസങ്ങളിലും വന്നെത്തുന്ന ഒട്ടനേകം മനുഷ്യരുണ്ട്. ഇങ്ങനെ കുറച്ചൊക്കെ ഒഴിവ് സമയങ്ങൾ ഇതുപോലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ ചെന്നിരുന്ന് മനോഹരമായി ഈ നിമിഷങ്ങളൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും.